ഡോഗ്സ്, പട്ടിക്കുട്ടികൾ. ഈ ഡോഗ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡോഗ്സിനെ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഡോഗ്സിനെ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഈ ഡോഗ്സിനെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന വേട്ടാവളിയന്മാരും ഉണ്ട്. അത്തരത്തിലുള്ള ചില വേട്ടാവളിയന്മാരാണ് ഡോഗ്സിനെയൊക്കെ ഇങ്ങനെ വാങ്ങും. അവസാനം അതിനിങ്ങനെ വയ്യാതെയൊക്കെ ആവുന്ന സമയത്ത് അതിനെ അങ്ങ് കളയും, റോഡിലേക്ക് അങ്ങ് ഇറക്കി വിടും, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനെ അങ്ങ് ആക്കും. എന്നിട്ട് ഈ വേട്ടാവളിയന്മാർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സുഖമായി കിടന്ന് ഉറങ്ങും. അപ്പോൾ അത്തരത്തിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് പട്ടിക്കുട്ടികളെ നമ്മൾ നേരിട്ടും കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ആളുകളുമുണ്ട്, അതേപോലെ തന്നെ ഡോഗ്സിനെ ഇഷ്ടമുള്ള ആളുകളും ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഡോഗ്സിനൊക്കെ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന അല്ലെങ്കിൽ ഡോഗ്സിനൊക്കെ ഇഷ്ടമുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഡോഗ്സിന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് വിഷമാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡോഗ്സ് മരണപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്തോരം മോശമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോഗിനെ വീട്ടിൽ വളർത്തണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഡോഗ്സിനോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായാൽ മതി. ഡോഗ്സിനെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് പരിഗണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സായി ബ്രോൻ്റെ കേസ് ഞാൻ അതിലേക്കാണ് വരുന്നത്. പുള്ളിക്കാരന് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ഭയങ്കര ഭ്രാന്താണെന്ന് തന്നെ പറയാം. പുള്ളീനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് പുള്ളിയുടെ പട്ടിഭ്രാന്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. എനിക്ക് പുള്ളീനെ പേഴ്സണലി നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ഒരു ഡോഗ് മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം പുള്ളി അറിഞ്ഞ സമയത്ത് പുള്ളി ഇമോഷണലി ഡൗണായി, പുള്ളി ഭയങ്കരമായിട്ട് വീക്കായി, പുള്ളി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡായി. അത് ആ ഫീലിങ്സ് പുള്ളീനെ അറിയാവുന്ന ആൾക്കാർക്ക്, ഡോഗ്സിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലൈവൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറേ കമൻസ് കണ്ടു. അതേപോലെ തന്നെ പല വീഡിയോസിൻ്റെ താഴെയും വരുന്ന കമൻസ് ഞാൻ കണ്ടായിരുന്നു. ഇത് അവൻ്റെ ഡ്രാമയാണ്, വെറും ഡ്രാമയാണ്, കാണിച്ചു കൂട്ടലാണ്, പുറത്തുനിന്നുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പട്ടി ചത്തതിനാണോ ഇവ എത്രയും കിടന്ന് കരയുന്നത് എന്നുള്ള തരത്തിൽ വരെ ആളുകൾ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഭൂരിഭാഗം വരുന്ന ആൾക്കാരും സപ്പോർട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു മനസാക്ഷിയും ഇല്ലാത്ത തരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് എടുത്ത് നമ്മൾ പറയണമല്ലോ. അതായത് ഈ പട്ടിക്കുട്ടികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പരിഗണിക്കുകയും വേണ്ട. പക്ഷേ അതിനും ഒരു ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനും മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും, മനുഷ്യർക്ക് അതിനെയും സ്നേഹിക്കാൻ കഴിയും. അവരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു സംഭവമെങ്കിലും ഇവിടെ ഇങ്ങനെ ഹെയ്റ്റ് കമൻറ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആ ഒരു കരുണയെങ്കിലും ആക്ച്വലി കാണിക്കണം. അങ്ങനെ ഡോഗ് എന്ന് പറഞ്ഞിട്ട് വില കുറച്ച് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. കാര്യം ഇപ്പോൾ ചിലർക്ക് മനുഷ്യരോടായിരിക്കും ഭയങ്കരമായൊരു പ്രിയം, ചിലർക്ക് മനുഷ്യരോടും മൃഗങ്ങളോടും ഉണ്ടാവും, ചിലർക്ക് കുറച്ച് അധികം പ്രിയം മൃഗങ്ങളോടായിരിക്കും. അതെല്ലാം ഡിപ്പെൻസ് ആണ്. അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സായിബ്രോൻ്റെ കേസിൽ അയാൾക്ക് ഡോഗ്സിനോട് ഇഷ്ടമുണ്ട്, അത് അയാളുടെ വികാരമാണ്, അത് അയാളുടെ ഇമോഷനാണ്. ആ ഇമോഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർ വായടച്ചും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് അവിടെ കയറിയിട്ട് അയാൾ ഡ്രാമയാണ്, അല്ലെങ്കിൽ ഒരു വട്ടിയത്തേനാണോ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് വില കുറച്ചിട്ട് കാണരുത്. പിന്നെ ഈ ഡ്രാമയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ സീരിയസ്ലി എനിക്ക് അവരോടാണ് ഏറ്റവും കൂടുതൽ പൊളിഞ്ഞു കയറുന്നത്. കാര്യം
നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ഇമോഷനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നമുക്ക് ഒരിക്കലും ഇമോഷനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരാൾ വിഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ കരയുന്നു, അത് അയാളുടെ വികാരമാണ്. അയാളുടെ മനസ്സിൽ എന്തെല്ലാമാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാര്യം അത് അയാളുടെ കാര്യമാണ്. അപ്പോൾ ഈ ഡ്രാമയാണ് ഈ സൈക്യാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റിനോ പോലും ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് അറിയാതെ, അല്ലെങ്കിൽ അയാളുമായിട്ട് അടുത്ത് കുറച്ച് കൂടുതൽ ഇടപഴകാതെ അവർക്ക് പോലും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് പോലും ഇമോഷൻസിന് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് ഒരു ഷോയിലൂടെ മാത്രം അല്ലെങ്കിൽ വീഡിയോസിലൂടെ മാത്രം ഒരാളെ കണ്ടിട്ട് അയാളുടെ ഇമോഷൻസ് ഡ്രാമയാണ്, അല്ലെങ്കിൽ അയാൾ പുറത്തുനിന്നുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലേ? ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഡോഗ്സിനെ വില കുറച്ച് കാണുന്നത്. അതാണ് രസം. ഇങ്ങനെ മനുഷ്യനെ മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ ഡോഗ്സിനെ വില കുറച്ചുകൊണ്ടുള്ള തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ആക്ച്വലി ചെയ്യുന്നത്. ഒരു വട്ടി ചത്തേനാണോ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ ഒരു ചിന്താഗതി. ഇവിടെ ജാസ്മിൻ കരഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിൻ വിഷമിച്ചു കഴിഞ്ഞാൽ അത് ഡ്രാമ. സായി ബ്രോ വിഷമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രാമ. അതെന്താണ്? നമ്മൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഡ്രാമ അല്ലേ? അവർ കരഞ്ഞാൽ അതൊക്കെ ഡ്രാമ, അതൊക്കെ ക്യാമറ സ്പേസിന് വേണ്ടി ചെയ്തത്. നേരെ മറിച്ച് നമുക്ക് എന്താണ് പറയുക, ഒരാളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താലും, അയാൾ കരഞ്ഞാലും അല്ലെങ്കിൽ അയാൾ അവിടെ കടന്നിട്ട് എന്ത് കാണിച്ചു കൂട്ടി കഴിഞ്ഞാലും അത് റിയല്, അത് പാവയ്യോ കണ്ടില്ലേ, അയാളുടെ മനസ്സ് കണ്ടില്ലേ. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും അല്ല, ചില ആൾക്കാരുടെ സ്വഭാവം പറയുന്നത്. അതായത് ഇഷ്ടമല്ലാത്ത അച്ഛൻ എന്ത് ചെയ്താലും കുറ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ്. അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് വെറും ഒരു ഗെയിം ഷോ ആണ്. ഈ ഗെയിം ഷോവിനെ നമുക്ക് കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാം, അവരുടെ ഗെയിംസിനെ ജഡ്ജ് ചെയ്യാം, നമുക്ക് അതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷേ അതിൻ്റെ അകത്ത് പോയിരിക്കുന്നത് മനുഷ്യന്മാരാണ് എന്നുള്ളൊരു പരിഗണനയും കൂടിയും ഇവിടുത്തെ ആൾക്കാർ ആക്ച്വലി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നൊരു സംഭവത്തെ നമ്മൾ ഒരിക്കലും കയറി ചൊറിയരുത്, അല്ലെങ്കിൽ അവിടെ കയറി നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇതിപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരും. കുറേ ആൾക്കാർ തന്നെ ഓൾറെഡി ജാസ്മിൻ്റെ PR-ഉം ജാസ്മിനെ വെളുപ്പിക്കുന്ന ആളും ഒക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആക്കുന്നതുകൊണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് സായി ബ്രോനെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്, സീക്രട്ട് ഏജൻറ്റിനെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് എന്നുള്ള തരത്തിലുള്ള കമൻറ്റും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ആക്ച്വലി ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് മൈ ഫ്രണ്ട്. എനിക്ക് പുള്ളിനെ ഒരു പരിധിവരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങൾ ഡെയിലി രാത്രി വിളിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. അതിപ്പോൾ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല, ഞങ്ങൾ അല്ലാതെയും ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പുള്ളി രാത്രി പട്ടിക്കുട്ടികളെ നടത്താൻ കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അത് നല്ല രസമാണ്. പുള്ളി പട്ടിക്കുട്ടികളെ ഡെയിലി ആഴ്ചയിൽ 2-3 ദിവസം ഇങ്ങനെ നടത്താനൊക്കെ കൊണ്ടുപോകും. ഈ നടത്താൻ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും മൂപ്പര് എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പുള്ളിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് പറയുക, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കും. അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു അടുപ്പം പുള്ളിയായിട്ടൊക്കെ ആക്ച്വലി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പുള്ളിനെ വെളുപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും PR ആണെന്നൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ഗിവ് എ ഡാം. ഞാൻ ഇതുവരെ തുറന്നു പറയാലോ, പുള്ളി എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഈ ഷോയിൽ പുള്ളി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിന് ശേഷം ഞാൻ വളരെ കുറച്ച് തവണകൾ മാത്രമേ പുള്ളിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് പുള്ളിയെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ടൊന്നും വർത്തമാനം പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ വീഡിയോ പുള്ളിക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ആ ഒരു ഇമോഷനെ അങ്ങനെ ഡ്രാമയായിട്ടും, അല്ലെങ്കിൽ ലൈക്ക് പട്ടികൾ വട്ടി ഒത്തേനാണോ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടതിനോടൊക്കെ എനിക്ക് ഭയങ്കരമായ വിയോജിപ്പും എതിർപ്പും ആക്ച്വലി തോന്നിയതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, പുള്ളിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾക്കൊക്കെ പുള്ളിയുടെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും. ഇവിടെ കുറേ ആൾക്കാർക്ക് സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന പേരിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആളോട് വിയോജിപ്പുകളും എതിർപ്പുകളും താല്പര്യക്കുറവുകളൊക്കെ ആക്ച്വലി ഉണ്ടാവുമായിരിക്കാം. അത് കുഴപ്പമില്ല കേട്ടോ, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കാര്യം അങ്ങനെ താല്പര്യക്കുറവുകളും ഇഷ്ടക്കുറവുകളൊക്കെ വരുന്നത് അയാളെന്നെ പേഴ്സണലി അറിയാത്തതുകൊണ്ടാണ്, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കാണുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അതാണ് ശരിക്കത്തെ ആൾ. ഈ ഷോയിൻ്റെ അകത്ത് പുള്ളിനെ നിങ്ങൾ കണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള പുള്ളി. ഇത്ര പാവമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പുള്ളി ബേസിക്കലി ഒരു പാവം മനുഷ്യനാണ് പുള്ളിക്കാരൻ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പുള്ളിക്ക് പ്രത്യേകിച്ച് ഈഗോയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലെന്നേ. ലൈക്ക് അത് ഒരു തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്കുള്ളത്. ഇപ്പം
ഇപ്പോൾ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ആളായിട്ട് വന്നിരുന്ന വർത്തമാനം പറയുന്ന സമയത്ത് അതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ പുള്ളിയോട് വിയോജിപ്പുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ പുള്ളിയോട് എതിർപ്പുകൾ ആക്ച്വലി ഉണ്ട്. ഞാനത് വീഡിയോയിലൂടെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്, പുള്ളിയുടെ അടുത്ത് പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് അതിലൊരു ദേഷ്യമോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടൊരു ദേഷ്യമോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിയൊക്കെ ആ ഒരു സ്പിരിറ്റിൽ കാണുന്നൊരു ആളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, സീക്രട്ട് ഏജൻ്റ് ആയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളോടും നമ്മളിപ്പോൾ പല വിഷയങ്ങളും ഒരേ ടോപ്പിക്കായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഒട്ടുമിക്ക ടോപ്പിക്കുകളും പുള്ളിയുടെ അഭിപ്രായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമാണ് ഞാൻ ആക്ച്വലി പറയുക. അങ്ങനെ പറഞ്ഞിട്ട് ഞാനിട്ട വീഡിയോ വരെ പുള്ളി കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എന്താണ്, എല്ലാവരുടെ ഒപ്പീനിയൻസും വരട്ടെ, എല്ലാവരുടെ ഒപ്പീനിയൻസും ആളുകൾ കേൾക്കട്ടെ, എൻ്റെ മാത്രമല്ലല്ലോ കേൾക്കേണ്ടത് എന്നാണ് പുള്ളി മറുപടി പറയുക. അല്ലാതെ ഇപ്പം എൻ്റെ പുള്ളിക്ക് ഷെയർ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. എനിക്ക് പുള്ളി ഞാനിതുവരെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പുള്ളിക്ക് എൻ്റെ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു നേരത്തും പുള്ളിക്ക് എൻ്റെ ഒന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എന്താണ് പുള്ളി നമ്മുടെ വീഡിയോസ് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ഇടുന്നത് ഞാൻ വലിയ വിഷയമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യമാണെന്നേ. ഇപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ പുള്ളിക്ക് 7 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 7 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോണ്ടൻറ്റ്സ്, അതായത് ഇപ്പം എന്നെ പോലത്തെ കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാണ് ഹൈ ലെവൽ സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ ഉള്ളത്. പുള്ളിക്കൊന്നും എന്നെ പരിഗണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, മനസ്സിലായി? ഒരാവശ്യമില്ല. പുള്ളിക്കൊക്കെ വേണമെങ്കിൽ എഴുതിത്തള്ളാം. പക്ഷെ പുള്ളി ഇത്ര സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ്, എന്താണ് നിന്നെയൊന്നും അത്രയ്ക്കില്ല അങ്ങനെയുള്ളൊരു തോട്ടൊന്നും ഇല്ലാതെ എല്ലാം പുള്ളി എന്താണ് യൂട്യൂബിൽ പുള്ളി വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പുള്ളിനെ പരിചയമുണ്ട്. ആ സമയത്ത് പുള്ളി എങ്ങനെയായിരുന്നോ, ഇപ്പോൾ പുള്ളി അത്യാവശ്യം റീച്ചിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും സബ്സ്ക്രൈബർ കൗണ്ട് വന്നതിന് ശേഷമാണെങ്കിലും പുള്ളിയുടെ അന്നത്തെ അപ്രോച്ചും ഇന്നത്തെ അപ്രോച്ചൊക്കെ സെയിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പഞ്ചപാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ചാടയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര കാശൊക്കെ വരിക അല്ലെങ്കിൽ ഭയങ്കര ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ് പീപ്പിളും എല്ലാം മാറും. അങ്ങനെ മാറിയാലും എനിക്ക് പുല്ലാണ്, അത് വേറെ കാര്യം. ഞാനതൊന്നും ബോധർ ചെയ്യുന്ന പോലുമില്ല. പക്ഷേ സായി ബ്രോൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം, പുള്ളി ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, സീക്രട്ട് ഏജൻ്റായിട്ട് വന്നിരുന്ന വർത്തമാനം പറഞ്ഞ സമയത്ത് ഇയാളൊന്നും ഇങ്ങനെ ലൈക്ക് എതിർപ്പുകളൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നും. പക്ഷെ ഇയാൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് വേറെ മൂഡാണ്, മനസ്സിലായ? അപ്പം അങ്ങേർക്ക് പ്രത്യേകിച്ച് ആ പരിപാടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സീരിയസ്ലി വേണം, ഞാൻ വെറുതെ PR അടിക്കുക അല്ലെങ്കിൽ വെറുതെ വെളുപ്പിക്കുക ഒന്നുമല്ല അത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നണ്ട. ഞാനിത് ജെനുവിൻലി ഓപ്പണായിട്ട് പറയുകയാണ്. ഇത് പറയുമ്പോൾ പോലും ചിലപ്പോൾ ആൾക്കാർ പുള്ളിനെ ചീത്ത വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നുള്ളത് എനിക്ക് 100% അറിയാം. ബട്ട് സ്റ്റിൽ ഞാനിത് ജെനുവിൻലി എനിക്ക് പുള്ളീനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാനിതിരുന്ന് പറഞ്ഞു പോകുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പം ഇന്നത്തെ ലൈവ് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് പരിപാടികളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ലൈക്ക് എന്താണ് അയാളുടെ ഫാമിലിയെ കുറിച്ചിട്ട് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇഷ്യൂസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സായി ബ്രോ തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ലൈക്ക് വൈഫിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. പുള്ളി അത് തിരുത്താനുള്ള മൈൻഡ് അതിൻ്റെ അകത്ത് പബ്ലിക്കായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും ക്യാമറയുടെ മുമ്പിലാണ് പുള്ളി കാണിക്കുന്നത്. അത് പുള്ളി ഡ്രാമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്താ ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതാണ് പുള്ളിക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീഡിയോയും പരിപാടികളൊക്കെ ചെയ്യേണ്ടതാണ്, ആൾക്കാർ ചോദ്യം ചെയ്യും എന്നുള്ളത് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പുള്ളിക്ക് ഡ്രാമ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ഇത്രയും ക്യാമറാസിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പുള്ളിയുടെ തെറ്റുകൾ തുറന്നു പറയുന്നത്, വൈഫിൻ്റെ അടുത്ത് തുറന്നു പറയുന്നത്. ലൈക്ക് എനിക്ക് സായി കൃഷ്ണ ആ ഒരു ലൈഫ് മതി, അങ്ങനെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് വൈഫിനോടും പറയുന്നുണ്ട്. അത് പുള്ളിക്ക് വന്നൊരു റിയലൈസേഷനാണ്. എനിക്ക് ആ റിയലൈസേഷനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സീരിയസ്ലി കാര്യം അത് ഫ്രണ്ടായതുകൊണ്ട് പറയണമല്ല, ജെനുവിൻലി ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ പല വീഡിയോസിൻ്റെ അകത്തും പല വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മനുഷ്യരായ തെറ്റും പരിപാടികളൊക്കെ പറ്റും. നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഊളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് റിയലൈസ് ചെയ്തിട്ട് തിരുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും തിരുത്തണ്ട, പക്ഷെ തിരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമം നടത്തുക എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. ആ പോയിന്റിൽ ആ വ്യക്തിനെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങണം, അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനൊരു റിയലൈസേഷൻ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പുള്ളിക്ക് വന്നതിന് ശേഷം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം പുള്ളിയുടെ ഫാദറിൻ്റെ കേസ് നമ്മൾ കേട്ടതാണ്, അതിൻ്റെ അകത്ത് വെച്ച് ഇപ്പോൾ പുള്ളി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല, ലൈക്ക് അത് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ട കാര്യമില്ല, പുള്ളിയുടെ പേഴ്സണൽ കാര്യം. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം ഫാദറായിട്ട്. പക്ഷേ ഇന്ന് പുള്ളിയുടെ ഫാദറാണെന്നുണ്ടെങ്കിലും വന്നിട്ട് പുള്ളിയോട് സംസാരിച്ചു, അത്രയും പോസിറ്റീവായിട്ട് സംസാരിച്ചു.
അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് പുള്ളിക്ക് ഭയങ്കര റിലീഫ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളിയുടെ ആ പകുതി ബേർഡൻ മനസ്സിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പുള്ളി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. തിരിച്ചു വന്നതിന് ശേഷം പുള്ളിയുടെ ഭാര്യ, എന്താണ് പറയുക, അമ്മ, എന്താണ് ഫാദർ, ഇവരൊക്കെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ്, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ചെയ്യാൻ പറ്റണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അയാൾ ഈ പരിക്കനായിട്ടുള്ള ഒരാളൊന്നും അല്ലെന്നേ. പരിക്കനായിട്ടുള്ള ഒരാളൊന്നും അല്ല അയാൾ. സീരിയസ്ലി എനിക്കത് മുമ്പും അറിയണ ഒരു കാര്യമാണത്. എന്താണ്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാവുക, ബോധേഡായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷെ ഇപ്പോൾ ഞാനത് പറയാൻ താല്പര്യം കാണിക്കുന്നത് ഈ ആൾക്കാർക്ക് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ബിഗ് ബോസിൻ്റെ അത് പുള്ളിനെ കണ്ടല്ലോ എങ്ങനെയാണെന്ന്. എന്തായാലും ഒരു വ്യക്തിക്ക് എന്താണ് ഒരു 3-4 ദിവസമൊക്കെ അഭിനയിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷെ 10-15 ദിവസമൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചിട്ടൊന്നും നിൽക്കാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. അത് പ്രാക്ടിക്കലി സൈക്കോളജിക്കലി പോസിബിൾ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അഭിനയിക്കാൻ മാത്രമുള്ള കഴിവ് പുള്ളിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെയാണ്, ഇതാണ് പുള്ളിക്കാരൻ, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അത് അത് എന്താണ് പറയുക, എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. ഞാനത് പുള്ളിയോട് ഇങ്ങനെ പറയും, ലൈക്ക് ഇങ്ങനെ പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ലൈക്ക് ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അത് ആ സമയത്ത് പുള്ളിക്ക് മനസ്സിലാവാറുണ്ട്. പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് അതൊരു മൂടുള്ള ആളാണ്. അപ്പോൾ ഫൈബറോ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ടൊരു കണ്ടസ്റ്റൻ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കണ്ടസ്റ്റൻസിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. റിയലൈസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം. അത് നല്ലൊരു കാര്യമുണ്ടോ, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഈ ഒരു ഷോവിനെ പല ഘട്ടത്തിലും വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷോവിന് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അതിൽ പെടുന്നൊരു കാര്യം തന്നെയാണ് പുള്ളി തന്നെ പറഞ്ഞ ഈ ഒരു കാര്യം. ശരിക്കും ഇതിൻ്റെ അകത്ത് വന്ന കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യമാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇമോഷണൽ പരിപാടികളായിരുന്നു. ഡോഗ്സിൻ്റെ കാര്യമൊക്കെ കൂടുതൽ സംസാരിക്കാൻ പറ്റി. അത് സത്യമാണ് കേട്ടോ. പുള്ളിയുടെ ഇമോഷൻ ശരിക്കും പറഞ്ഞാൽ റിയലാണ്. അത് ആരും അതിനെ തെറ്റിദ്ധരിക്കേണ്ട, അത് ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. അതേപോലെ തന്നെ എന്താണ്, ഒരു പട്ടി ചത്തേനാണോ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പട്ടീനെ തരം താഴ്ത്തി വർത്താനം പറയുമൊന്നും വേണ്ട. അത്ര ചെറ്റയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരമാവധി ശ്രമിക്കുക. പിന്നെന്താണ്, ജാസ്മിൻ്റെ കേസ് എനിക്ക് അതാ പറയാനുള്ളത്. അവർ മനുഷ്യ സ്ത്രീയാണ്. അവരതിൻ്റെ അകത്തൊരു കണ്ടസ്റ്റൻ്റായിട്ട് പോയതാണ്, മനസ്സിലായ. നമുക്ക് പേഴ്സണലി അറിയൂ. എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് ജാസ്മിനെ അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഞാൻ ആ ഗെയിമിനെ മാത്രം വിലയിരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ജാസ്മിനെ ഭയങ്കരമായിട്ട് താറടിച്ചിട്ടാണ് കാണിക്കുന്നത്. അവരെ ഭയങ്കരമായിട്ട് ക്യാരക്ടർ അസാസിൻ ചെയ്യുന്നു. അവരെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ലക്ഷ്യം വരെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. ഷീസ് എ ഹ്യൂമൺ. ആകെ 23 വയസ്സെങ്ങാണ്ടൊക്കെ ഉള്ളൂ. അവരുടെ ഭാഗത്ത് തെറ്റുകളും കുറ്റങ്ങളും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു മര്യാദയുടെ ഭാഷയിൽ വിമർശിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി പറ്റുമല്ലേ. പക്ഷെ എവിടെ അവരേനെ ഈ പറഞ്ഞ സംസ്കാരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് പലരും വിമർശിക്കുന്നത്. പക്ഷെ സംസ്കാരത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെ വിമർശിക്കുന്ന ആളുകൾ പോലും സംസ്കാരം കീപ്പ് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. സംസ്കാരശൂന്യമായ വാക്കുകൾ, സംസ്കാരശൂന്യമായിട്ടുള്ള രീതികളിലൂടെയാണ് പലരും സംസ്കാരത്തിനെ കുറിച്ചിട്ട് ജാസ്മിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു ദുരന്തമായൊരു അവസ്ഥ. നിങ്ങൾ ആ ഒരു ഇരട്ടത്താപ്പ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ വെറും ഷോ കണ്ടസ്റ്റൻസാണ്. ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരെയും തലയിൽ അമിതമായി കയറ്റി വെക്കേണ്ട ആവശ്യവുമില്ല. അതേപോലെ തന്നെ അറിയാത്ത ആളുകളെ കുറിച്ചിട്ട് ഓവർ ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ താറടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ക്രിറ്റിസിസം ഷുഡ് ഹാപ്പൻ. പക്ഷേ എന്താണ് പറയുക, അതിലൊരു മര്യാദ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കണം. കമൻറ്റ് ബോക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയേ വേണ്ട, അതിൻ്റെ അകത്ത് തീട്ടംകോരി ഒഴിച്ചിരിക്കുന്നതിന് തുല്യമാണ് പലരും. അപ്പോൾ സായിബ്രോൻ്റെ കേസ് ഞാൻ പറഞ്ഞത് എനിക്ക് അയാളെ അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് അയാളെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചിട്ട് ഇത്രയും സംസാരിക്കാൻ കാരണം. ഞാൻ ടു ബി ഫ്രാങ്ക്, എനിക്ക് പറഞ്ഞുകൊണ്ട് ഒരു മടിയുമില്ല. എൻ്റെ ലൈഫിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കാതെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട്. സായിബ്രോൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്നെ ചോദിക്കാണ്ട് ഹെൽപ്പ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു വൃത്തികെട്ട സാഹചര്യം ഞാൻ പുള്ളിയോട്
ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഷെയർ ചെയ്ത സമയത്ത് പുള്ളി അത് മനസ്സിലാക്കിയിട്ട് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല, മോശമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ പുള്ളി ചെയ്തൊരു ഹെൽപ്പ് എന്നെ എന്നെ നല്ല രീതിയിൽ എൻ്റെ ലൈഫിൽ ഗുണം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ ആക്ച്വലി പറ്റൂല, ബിക്കോസ് അത് വേറൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് പുള്ളിയോട് അത്രയും ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പുള്ളീനെ തള്ളി പറയൂല, ആര് തള്ളി പറഞ്ഞാലും ഞാൻ പുള്ളീനെ തള്ളി പറയില്ല. കാര്യം ഞാൻ ആശയപരമായിട്ട് വിയോജിപ്പുകൾ പുള്ളിയോട് പ്രകടിപ്പിക്കും, പുള്ളിയോടും പ്രകടിപ്പിക്കും, പബ്ലിക്കിൽ ഞാൻ പ്രകടിപ്പിക്കും. ഉണ്ണിമുകുന്ദൻ്റെ വിഷയം വന്നപ്പോൾ പോലും 100% ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. അതിൽ പല വിഷയത്തിലും ഞാൻ പുള്ളിനെ എതിർത്തിട്ട് തന്നെയാണ് പബ്ലിക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വിഷയപരമായിട്ടൊക്കെ നമുക്ക് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും പുള്ളിനെ തള്ളി പറയില്ല. പുള്ളി ഒരു മോശപ്പെട്ടൊരു ഫ്രോഡാണ് എന്നുള്ള തരത്തിൽ ഇവിടെ കുറേ തെണ്ടികളിരുന്ന് പറയുന്ന പോലെ ഞാൻ പറയില്ല, പറയാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നാരത്തിലായി പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ കുറേ എന്താ പറയുക, ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരൻ, നല്ല രീതിയിൽ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നത് കേൾക്കുമ്പോൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു PR എന്നുള്ള രീതിയിൽ പറഞ്ഞതാണെന്ന് ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. അതെനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ജാസ്മിൻ്റെ കേസിൽ ഞാൻ അവരെക്കുറിച്ചിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ എതിർക്കുന്ന ആൾക്കാർക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം വരുന്നത് അവരെ ഹെയ്റ്റാണ് ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊരിക്കലും എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിഞ്ഞതുകൊണ്ടോ അവരുടെ PR ആയതുകൊണ്ടോ അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ വിമർശിക്കാനും, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാനും എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ട്. ഇനി കാണുന്ന ആൾക്കാർ ഇവരോടൊക്കെ ഉള്ള വിരോധം കൊണ്ട് എന്താണ് പറയുക, നമ്മളെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ചീത്ത വിളിച്ചോളി എന്നേ പറയാനുള്ളൂ. നമ്മുടെ വണ്ടിയാണ് ഇവിടെ കിടന്ന് കുറയ്ക്കണത്. പാവം മഴയത്ത് പോയി നിൽക്കുന്നുണ്ടത് പറഞ്ഞാൽ കേൾക്കട്ടെ. അപ്പോൾ ശരി എന്നാൽ.